ഹായ്, നമസ്കാരം. നമസ്കാരം. ഒരുപക്ഷെ ആദ്യത്തെ പൊങ്കാല അനുഭവമാണോ? അല്ല, ഞാന് എന്റെ ചെറുപ്പം മുതൽ കാണുന്ന ഒരു പരിപാടിയാണല്ലോ. നമ്മുടെ നാട്ടില് നമ്മുടെ തൊട്ടടുത്താണല്ലോ ഈ പൊങ്കാല എല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇന്ന് വർഷം എനിക്ക് അത്ഭുതം തോന്നി, അവിടെ കണ്ടില്ല. അപ്പം എനിക്കൊന്ന് പോലീസ് ശകലം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഞാൻ എല്ലാ വർഷവും MLA ആയതിനു ശേഷം എല്ലാ വർഷവും അപ്പയില്ലാത്തതുകൊണ്ട് അപ്പയാണ് എല്ലാ വർഷവും വന്നുകൊണ്ടിരുന്നത്. പൊങ്കാലയ്ക്ക് ഒരു ദിവസമെങ്കിലും വന്നിരിക്കും. ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് പൊങ്കാലയ്ക്ക് വരും. ഞാൻ 2 വർഷം വന്നു, പക്ഷെ പൊങ്കാലയ്ക്ക് മുമ്പാണ്. ഇന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പുതുപ്പള്ളി ഫെസ്റ്റ് നടക്കുകയാണ്. എങ്കിലും ഞാൻ വിചാരിച്ചു വെളുപ്പിനെ തിരിച്ചു 4 മണിക്ക് തിരിച്ചങ്ങ് പോവാ. കാരണം 2 മണിക്ക് 1200 ആദരിക്കുന്ന ചടങ്ങുണ്ട്. തിരിച്ചവിടെ ഓടിയെത്തണം. അതാ ഞാൻ ഇച്ചിരി ധൃതി പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യത്തെ പൊങ്കാല അനുഭവം കൂടിയാണ്. ആദ്യത്തെ നേരിട്ട് പൊങ്കാല ദിവസം ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ അനുഭവമാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇനി എല്ലാ വർഷവും പ്രതീക്ഷിക്കാം നമുക്ക്. എല്ലാ ഒരിക്കലെങ്കിലും വന്നിരിക്കും. കാരണം ഇന്നലെ എനിക്ക് മനസ്സിന് വലിയ വിഷമം തോന്നി. കാരണം എല്ലാ വർഷവും വരുന്നയാ, പൊങ്കാലയ്ക്ക് മുമ്പ് വരുന്നയാ. അപ്പം ഒന്ന് വരണം തോന്നിയെന്താണ് ഇന്ന് രാവിലെ ഇറങ്ങി സകല പരിപാടിയും മാറ്റി വെച്ച് തിരിച്ചു പോവാ. അതെ, എല്ലാ വർഷവും ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു കൂടിവരവാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു കൂടിവരവാണ്. ഈ നാടിന്റെ അനുഗ്രഹമാണ്. ഈ നാടിന്റെ ഒരു ഒരുമയുടെ സൂചനയാണ്. അതുപോലെ തന്നെ പാളയം ഇമാമിന്റെ വലിയൊരു ഗസ്റ്റ് അത് ലോകം ചർച്ച ചെയ്യുന്നു. കേരളവും ഇന്ത്യയും അത്ര ലോകം ചർച്ച ചെയ്യുന്നു. ഇതാണ് കേരള സ്റ്റോറി, ഇതാണ് കേരളത്തിന്റെ കഥ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് മതത്തിൽപ്പെട്ടവരാണ്, നമ്മളെല്ലാം ഒന്നാണെന്നുള്ള വലിയ ഒരു സിമ്പൽ ഇന്ന് അദ്ദേഹം നൽകിയിരിക്കുകയാണ്. നമ്മള് ഈ നഗരം മുഴുവൻ എത്രയോ എന്റെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നതാണ്. ഞാൻ ഓർമ്മ വെച്ച ഈ നാട് പൊങ്കാല ആചരിക്കുന്നത് ഞാൻ കണ്ടത് എല്ലാവരെയും ഒരേപോലെ കൈനീട്ടി സ്വീകരിച്ചുകൊണ്ടാണ്. ആ സ്വീകരണം കാണുമ്പോൾ വളരെ സന്തോഷം. ഹായ്, നമസ്കാരം. നമസ്കാരം. ഒരുപക്ഷെ ആദ്യത്തെ പൊങ്കാല അനുഭവമാണോ? അല്ല, ഞാന് എന്റെ ചെറുപ്പം മുതൽ കാണുന്ന ഒരു പരിപാടിയാണല്ലോ. നമ്മുടെ നാട്ടില് നമ്മുടെ തൊട്ടടുത്താണല്ലോ ഈ പൊങ്കാല എല്ലാം വന്നുകൊണ്ടിരുന്നത്. ഇന്ന് വർഷം എനിക്ക് അത്ഭുതം തോന്നി, അവിടെ കണ്ടില്ല. അപ്പം എനിക്കൊന്ന് പോലീസ് ശകലം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എങ്കിലും ഞാൻ എല്ലാ വർഷവും MLA ആയതിനു ശേഷം എല്ലാ വർഷവും അപ്പയില്ലാത്തതുകൊണ്ട് അപ്പയാണ് എല്ലാ വർഷവും വന്നുകൊണ്ടിരുന്നത്. പൊങ്കാലയ്ക്ക് ഒരു ദിവസമെങ്കിലും വന്നിരിക്കും. ഞാൻ പക്ഷെ ആദ്യമായിട്ടാണ് പൊങ്കാലയ്ക്ക് വരും. ഞാൻ 2 വർഷം വന്നു, പക്ഷെ പൊങ്കാലയ്ക്ക് മുമ്പാണ്. ഇന്ന് വരാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല. പുതുപ്പള്ളി ഫെസ്റ്റ് നടക്കുകയാണ്. എങ്കിലും ഞാൻ വിചാരിച്ചു വെളുപ്പിനെ തിരിച്ചു 4 മണിക്ക് തിരിച്ചങ്ങ് പോവാ. കാരണം 2 മണിക്ക് 1200 ആദരിക്കുന്ന ചടങ്ങുണ്ട്. തിരിച്ചവിടെ ഓടിയെത്തണം. അതാ ഞാൻ ഇച്ചിരി ധൃതി പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യത്തെ പൊങ്കാല അനുഭവം കൂടിയാണ്. ആദ്യത്തെ നേരിട്ട് പൊങ്കാല ദിവസം ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ അനുഭവമാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇനി എല്ലാ വർഷവും പ്രതീക്ഷിക്കാം നമുക്ക്. എല്ലാ ഒരിക്കലെങ്കിലും വന്നിരിക്കും. കാരണം ഇന്നലെ എനിക്ക് മനസ്സിന് വലിയ വിഷമം തോന്നി. കാരണം എല്ലാ വർഷവും വരുന്നയാ, പൊങ്കാലയ്ക്ക് മുമ്പ് വരുന്നയാ. അപ്പം ഒന്ന് വരണം തോന്നിയെന്താണ് ഇന്ന് രാവിലെ ഇറങ്ങി സകല പരിപാടിയും മാറ്റി വെച്ച് തിരിച്ചു പോവാ. അതെ, എല്ലാ വർഷവും ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു കൂടിവരവാണ്. നമ്മുടെ സമൂഹത്തിന്റെ ഒരു കൂടിവരവാണ്. ഈ നാടിന്റെ അനുഗ്രഹമാണ്. ഈ നാടിന്റെ ഒരു ഒരുമയുടെ സൂചനയാണ്. അതുപോലെ തന്നെ പാളയം ഇമാമിന്റെ വലിയൊരു ഗസ്റ്റ് അത് ലോകം ചർച്ച ചെയ്യുന്നു. കേരളവും ഇന്ത്യയും അത്ര ലോകം ചർച്ച ചെയ്യുന്നു. ഇതാണ് കേരള സ്റ്റോറി, ഇതാണ് കേരളത്തിന്റെ കഥ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് മതത്തിൽപ്പെട്ടവരാണ്, നമ്മളെല്ലാം ഒന്നാണെന്നുള്ള വലിയ ഒരു സിമ്പൽ ഇന്ന് അദ്ദേഹം നൽകിയിരിക്കുകയാണ്. നമ്മള് ഈ നഗരം മുഴുവൻ എത്രയോ എന്റെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നതാണ്. ഞാൻ ഓർമ്മ വെച്ച ഈ നാട് പൊങ്കാല ആചരിക്കുന്നത് ഞാൻ കണ്ടത് എല്ലാവരെയും ഒരേപോലെ കൈനീട്ടി സ്വീകരിച്ചുകൊണ്ടാണ്. ആ സ്വീകരണം കാണുമ്പോൾ വളരെ സന്തോഷം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.